ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് സീറോ മലബാർ സഭയിൽ എറണാകുളം അംഗമായ അതിരൂപത കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന അസ്വസ്ഥതകളെ ഓർത്ത്, കൊടുങ്കാറ്റിനെ ഓർത്ത്, ഭൂമി കുലുക്കങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ്, വേദനിക്കുന്നവരാണ്. സഭയോട് സ്നേഹമുള്ള, പരിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ള ഏതൊരു വ്യക്തിയുടെയും വികാരം അതായിരിക്കണം. അതേസമയം ദോഷൈക ദൃക്കുകളാകാതെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനുള്ളതായ വിശ്വാസമുണ്ടായിരിക്കണം. ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. ശുഭാപ്തി വിശ്വാസത്തോടെ എന്ന് പറയുമ്പോൾ അവിടെ അടിവരയിട്ട് പ്രത്യേകം എനിക്ക് പറയാനായിട്ടുള്ളത്, ഈശോമിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സുദീർഘമായ മണിക്കൂറുകളിലൂടെ സഹിച്ചുകൊണ്ട് ബലി അർപ്പിച്ചപ്പോഴും ദൈവം ശുഭാപ്തി വിശ്വാസിയായിരുന്നു. തൻ്റെ ബലിയിൽ പങ്കെടുക്കുന്ന പുരോഹിതർക്ക് പോലും മാനസാന്തരം ഉണ്ടാകില്ല എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവിടുന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ബലിയർപ്പിച്ചു. അതേ ബലിയർപ്പണം തന്നെ ഇന്ന് ഓരോ അൾത്താരയിലും ആവർത്തിക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും തുടരുകയും ചെയ്യുമ്പോൾ ദൈവം ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ ശുഭാപ്തി വിശ്വാസിയാണ്. ആ ദൈവത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നതും എന്നുകൂടി നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഇന്ന് സീറോ മലബാർ സഭയിൽ നമ്മൾ അനുഭവിക്കുന്നതായ അല്ലെങ്കിൽ കടന്നു പോകുന്നതായ ഈ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ സഭാത്മകമായ അസ്വസ്ഥതകളെ ഓർത്ത് ഹല്ലേലൂയ പറയാൻ നമുക്ക് സാധിക്കണം. കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പാശ്ചാത്യ സഭയിൽ എന്താണ് സംഭവിച്ചത്, സീറോ മലബാർ സഭയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പാശ്ചാത്യ സഭയിൽ സംഭവിച്ചത് ജനാഭിമുഖ ബലിയർപ്പണവും പ്രാദേശിക ഭാഷയിലൂടെ ഉള്ള പരിശുദ്ധ കുർബാനയും ഒക്കെ ആരംഭിച്ചെങ്കിലും അവിടെ സഭ വളർന്നില്ല. അവിടെ ധാരാളം പുരോഹിതരും സന്യസ്തരും പൗരോഹിത്യവും സന്യാസവും ഒക്കെ ഉപേക്ഷിച്ചു പോയി. കുടുംബങ്ങൾ തകർന്നു. അതിൻ്റെതായ കാരണങ്ങളുണ്ട് താനും. അതേസമയം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നമ്മുടെ സഭ വളരുകയാണ് ചെയ്തത്. പല പുതിയ പുതിയ രൂപതകളുണ്ടായി. സന്യാസ സമൂഹങ്ങൾ വളർന്നു. ലത്തീൻ സഭയിലെ അന്യം നിന്നുപോയ പല സന്യാസ സമൂഹങ്ങളും ഇവിടെ കേരളത്തിലേക്ക് വന്ന് അംഗങ്ങളെ എടുത്ത് സന്യാസ സമൂഹത്തെ വളർത്തിയെടുത്തു. അതിന് പ്രത്യേകം പറയേണ്ട കാര്യങ്ങളാണ് ഡോൺ ബോസ്കോയും MSFS സഭയും ഒക്കെ. കാരണം അവരും ഇന്ന് പാശ്ചാത്യ സഭയിൽ ആരംഭിച്ചു, സീറോ മലബാർ സഭയിലെ തുടർന്നു. പക്ഷേ ഇന്നും സീറോ മലബാർ സഭയിലെ അംഗങ്ങളെ എടുക്കുന്നതല്ലാതെ ലത്തീൻ സഭയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇവിടെ സഭ വളർന്നു. പാശ്ചാത്യ സഭയെയും ഭാരതത്തിൽ വളർത്തി എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ആരാധനാക്രമ കേന്ദ്രീകൃതമായ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതയുണ്ട്. അതെന്തുകൊണ്ടാണ്? പാശ്ചാത്യ സഭയിൽ പെന്തക്കോസ്ത സഭയുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും തകർന്നു കിടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജനാഭിമുഖ ബലിയർപ്പണമൊക്കെ ആരംഭിച്ചപ്പോൾ അതിനെ എതിർക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ ഒന്നും ആരുമില്ലാതെ വന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ദേവാലയങ്ങൾ കാലിയായി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. 68-ന് ശേഷം ജനാഭിമുഖ ബലിയർപ്പണവും ഒക്കെ ആരംഭിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 1970 വരെയുള്ളതായ ആഗോള സഭയിലുള്ളതായ അൾത്താരയ്ക്ക് അഭിമുഖമായ ആ ബലിയർപ്പണം അത് പാടെ ഉപേക്ഷിക്കുവാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരും തയ്യാറായില്ല. അതിനുവേണ്ടി കുറച്ച് പേര് നിന്നു, ശക്തമായിട്ട് അതിനുവേണ്ടി വാദിച്ചു. അതുകൊണ്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ
എന്താണ് പരിശുദ്ധ കുർബാന എന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ന് ലത്തീൻ സഭയിൽ സഭയോട് ചേർന്ന് നിൽക്കുകയും കൂടുതൽ വിശ്വാസ ജീവിതം നയിക്കുകയും ആധ്യാത്മിക ജീവിതം നയിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന സമ്പൂർണ്ണമായും അൾത്താരയ്ക്ക് അഭിമുഖമായ ബലിയർപ്പണം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ വർഷം ലത്തീൻ സഭയിൽ പറഞ്ഞത്, ഇതുവരെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന സമ്പൂർണ്ണമായും അൾത്താരയ്ക്ക് അഭിമുഖമായ ബലിയർപ്പണം നടക്കുന്നിടത്ത് നടക്കട്ടെ, പക്ഷെ പുതിയതായിട്ട് ഇനി ആരംഭിക്കരുത് എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പാശ്ചാത്യ സഭയിലെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ജനാഭിമുഖ ബലിയർപ്പണമല്ല എന്നുള്ളതാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പഠനങ്ങളും ചർച്ചകളും ഏകദേശം 30 വർഷത്തോളമെങ്കിലും നമ്മൾ നടത്തി എല്ലാ അഭിപ്രായങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് തീരുമാനത്തിലേക്ക് നമ്മൾ വന്നു. അതായത് സമ്പൂർണമായ ജനാഭിമുഖ ബലിയർപ്പണ ആശയത്തെയും സമ്പൂർണമായ അൾത്താരിക അഭിമുഖമായ ആശയത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സഭയെ ഐക്യത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നു, സമാപന ശുശ്രൂഷയും കൂദാശ ഭാഗം മാത്രം അൾത്താരിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നു. അങ്ങനെ സഭയെ ഇതിൻ്റെ ഐക്യത്തിലേക്ക് നയിക്കുവാനുള്ളതായ വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെതായ അസ്വസ്ഥതകൾ ഇനിയുമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ അസ്വസ്ഥതയിലൂടെ എന്താണ് പരിശുദ്ധ കുർബാനയെന്ന്, എന്താണ് ആരാധന ക്രമമെന്ന്, എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചൈതന്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കണം, കുഴപ്പം ജനങ്ങൾക്കും പുരോഹിതനും എന്നതിനേക്കാൾ കൂടുതലായി ഈശോമിശിഹ സഭയ്ക്ക് നൽകിയിട്ടുള്ളതായ പരിശുദ്ധ കുർബാനയാകുന്ന സമ്പത്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. പരിശുദ്ധ കുർബാന എന്താകുന്നു? അത് ഒരേ സമയം അത് വിരുന്ന് മാത്രമല്ല, അത് ബലിയാണ്, അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്, രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതായ സ്വർഗോന്മുഖമായ യാത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സഭയെ പടുത്തുയർത്താനായിട്ട് സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇനിയും കുർബാന എന്താണെന്ന് ഒട്ടും അറിയാത്തവർ ധാരാളം പേരുണ്ട്. അവരൊക്കെ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുർബാന കാണുന്ന, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ചൈതന്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന കാണുക എന്ന് പറയുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആന്തരിക അർത്ഥം? പുരോഹിതനെ ദർശിക്കുക എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെ ആന്തരികമായിട്ട് ബൗദ്ധികമായും അനുഭവപരമായിട്ടും ദർശിക്കുന്നതിലാണ്. ആ ദർശനത്തിലേക്ക് വളരണമെങ്കിൽ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുള്ളതായ ഈ അസ്വസ്ഥതകളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാനായിട്ട് സാധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യണം. എന്താണ് ചെയ്യാനായിട്ടുള്ളത്? വ്യക്തിപരമായും ഇടവക തലത്തിലും സഭാതലത്തിലും എന്താകുന്ന പരിശുദ്ധ കുർബാന എന്ന് നമ്മൾ പഠിക്കണം. സഭ പറയുന്നത് പോലെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അനുഭവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഞാൻ കടമെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദെസിദേരാവി എന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ അപ്പസ്തോലിക കത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, അവസാനം പറയുക, 65-ാമത്തെ നമ്പറിൽ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാരൂപി സഭയോട് പറയുന്നത് അനുസരിക്കുവാനായിട്ട് തയ്യാറാവുക. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഒരു അർത്ഥത്തിൽ തുറന്ന മനസ്ഥിതിയോടുകൂടി പരിശുദ്ധ കുർബാന എന്താണെന്ന്, സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കാറ്റഗിസം പുസ്തകത്തിലൂടെയും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയും ഇടയലേഖനത്തിലൂടെയും സഭ പറയുന്ന കാര്യങ്ങളെ വായിച്ച് പഠിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുർബാനയിലൂടെ ഐക്യത്തിലേക്ക് വരുവാൻ, കുർബാനയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സഭയുടെ ഐക്യത്തിലേക്ക് വരുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ.